പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് അതിനിശിതമായ വിമർശനങ്ങൾ ഉയരുകയും തുടർന്ന് തോൽവിയുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണ് എന്നും തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണോ എന്ന് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. സ്ഥാനത്ത് തുടരണോ സ്ഥാനമൊഴിയണോ എന്നത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തി താൽപര്യത്തിന് ഇടമില്ല. തന്റെ പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം. താൻ നിൽക്കണോ പോകണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് കെ. സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. രാജ്യസന്നദ്ധത എന്ന മട്ടിലുള്ള സുരേന്ദ്രന്റെ ഈ നിലപാടിന് പിന്നാലെ കെ. സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറാണ് സുരേന്ദ്രൻ മാറില്ലെന്ന് വ്യക്തമാക്കിയത്. ആരോടും പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നു എന്നുമായിരുന്നു ജാവദേക്കറിന്റെ ട്വീറ്റ്. പാലക്കാട് മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയായില്ലെന്നാണ് സുരേന്ദ്രനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. 2016 ശോഭാ സുരേന്ദ്രൻ നേടിയ 40,076 വോട്ട് ഇക്കുറി 39,549 കുറഞ്ഞിരുന്നു. സുരേന്ദ്രനെ മാറ്റുകയാണെങ്കിൽ വി മുരളീധരൻ ആ സ്ഥാനത്തേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ ഇനിയില്ല എന്ന് വി മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പറയാനുള്ളത് പറയേണ്ട വേദിയിൽ പറയുമെന്ന് മുരളീധരൻ പറയുന്നു. മാധ്യമപ്രവർത്തകർക്ക് ബി.ജെ.പിയോടുള്ള സ്നേഹം തനിക്ക് മനസ്സിലാകും. അമ്മയെ തല്ലുന്നത് നിർത്തിയോ എന്നതുപോലുള്ള ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് നല്ല ചോദ്യമാണ് എന്നായിരുന്നു മുരളീധരന്റെ മറുപടി. അതേസമയം വി മുരളീധരനെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കത്തിനെതിരെ ഒരു മുഴം മുമ്പെറിഞ്ഞുള്ള നീക്കമാണ് കെ. സുരേന്ദ്രൻ നടത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. സുരേന്ദ്രനെതിരായ വ്യാപക വിമർശനങ്ങൾക്കിടെയും കെ. സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുകയായിരുന്നു. പാലക്കാട് തോൽവിയിൽ അധ്യക്ഷന്റെ രാജിക്കായുള്ള മുറവിളിക്കിടെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ തന്നെ സുരേന്ദ്രൻ മാറില്ലെന്ന് വ്യക്തമാക്കിയത്. സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിലാണ് മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് എന്നാണ് ആരോപണം. കെ. സുരേന്ദ്രന് അനുകൂലമായ നിലപാടാണ് കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടത് എങ്കിലും കെ. സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള നീക്കം തുടരുകയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം. ഇതിന് പിന്നാലെ സംസ്ഥാന ബി.ജെ.പിയിലെ പോരിൽ വി മുരളീധരനുമായുള്ള അകൽച്ച സൂചിപ്പിച്ചായിരുന്നു സുരേന്ദ്രന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ചില പ്രതികരണങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. മുമ്പ് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ ആരും മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു സുരേന്ദ്രൻ മുനവെച്ചുകൊണ്ട് പറഞ്ഞത്. കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ പദം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സുരേന്ദ്രനെതിരായ പോര് കൂടുതൽ ശക്തമായാൽ സുരേന്ദ്രന് ഇപ്പോഴുള്ള പിന്തുണ കേന്ദ്ര നേതൃത്വം തുടരുമെന്ന് കരുതുക വയ്യ. അപ്പോൾ വി മുരളീധരന് തന്നെയാവും ആ കസേര. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബി.ജെ.പിക്കുള്ളിലെ പൊട്ടലും ചീറ്റലും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തും എപ്പോഴും സംഭവിക്കാം.